ഒരു വ്യക്തി എന്നോടൊന്ന് ചോദിക്കാണ്, ബ്രോ, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? അതിന് എൻ്റെ കയ്യിൽ ഒറ്റ മറുപടിയുള്ളൂ, അത് നമ്മൾ തന്നെയാണ്. കാരണം മനുഷ്യന് ചിന്തിക്കാനുള്ള കഴിവ്, സംസാരിക്കാനുള്ള കഴിവ്, അതുപോലെ അവന്റെ ശരീരത്തിലെ അവയവങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ചിലതൊക്കെ ബ്രെയിനിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്നു. നമ്മൾ ഇന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ ശരീരം മൊത്തം റീബൂട്ടായി നമ്മൾ എനർജറ്റിക് ആയിട്ട് എഴുന്നേറ്റ് വരുന്നു. ഇതൊക്കെ ഒരു അത്ഭുതം തന്നെയല്ലേ? ഇതിനൊക്കെ നമ്മൾ ദൈവത്തിനോട് നന്ദി പറയേണ്ടതുണ്ട്. ഹൃദയത്തിന്റെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഹൃദയത്തിൽ എസ് എ നോഡ് എന്ന് പറഞ്ഞ ഒരു പാർട്ടുണ്ട്. അത് ഹൃദയത്തിന്റെ നാച്ചുറൽ പേസ് മേക്കർ ആണ്. ഈ എസ് എ നോഡിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഹൃദയത്തിലേക്ക് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി പാസ് ചെയ്യുന്നു. ഈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ് ബ്ലഡിനെ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിച്ചു തരാം. നമ്മുടെ ശരീരത്തിലെ ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ഏട്രിയത്തിലെത്തുന്നു. ഏട്രിയത്തിൽ നിന്നും വെൻട്രിക്കിലേക്ക് ബ്ലഡ് എത്തണം. അതിനു വേണ്ടിയിട്ട് എസ് എ നോഡിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി പാസ് ചെയ്യുന്നു. ആ സമയം ഏട്രിയം ഒന്ന് സങ്കോചിക്കുന്നു. അപ്പോൾ ബ്ലഡ് വെൻട്രിക്കിലേക്ക് എത്തുന്നു. ഈ ഏട്രിയത്തിനും വെൻട്രിക്കിളിനും ഇടയ്ക്ക് എ വി നോഡ് എന്ന് പറഞ്ഞ നോഡ് കാണാം. ഈ എ വി നോഡാണ് എസ് എ നോഡിൽ നിന്ന് വരുന്ന സിഗ്നലിനെ റിസീവ് ചെയ്തിട്ട് ഒന്ന് ഡിലേ ആക്കുന്നു. ഡിലേ ആക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വെൻട്രിക്കിളിലേക്ക് രക്തം വന്ന് നിറയാൻ വേണ്ടിയാണ്. ഈ സിഗ്നൽ ബണ്ടിൽ ഓഫ് ഹിസിലെത്തുന്നു. റൈറ്റ് ലെഫ്റ്റ് ബണ്ടിൽ ഓഫ് ബ്രാഞ്ചസിലെത്തുന്നു. അതിനുശേഷം പർക്കിഞ്ചെ ഫൈബറിലെത്തുന്നു. പർക്കിഞ്ചെ ഫൈബറിലെത്തിയാൽ സിഗ്നൽ ചെയ്യുന്നത് വെച്ചാൽ റൈറ്റ് വെൻട്രിക്കിളിനെ കൺട്രാക്ട് ചെയ്ത് ലങ്സിലേക്കും അതുപോലെ ലെഫ്റ്റ് വെൻട്രിക്കിളിനെ സങ്കോചിപ്പിച്ച് ബോഡി പാർട്ടിലേക്കും ബ്ലഡ് എത്തിക്കുന്നു. ചില കാരണങ്ങൾ കൊണ്ട് എസ് എ നോഡിന് ഡാമേജ് വന്നേക്കാം. അതുപോലെ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ സിസ്റ്റത്തിനും ഡാമേജ് വന്നേക്കാം. അതെന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് കാർഡിയോവാസ്കുലർ ഡിസീസ്. കാർഡിയോവാസ്കുലർ ഡിസീസ് എന്ന് വെച്ചാൽ ഹൃദയത്തിലേക്ക് ഓക്സിജനും ന്യൂട്രിയൻസ് ഒക്കെ എത്തിക്കുന്ന ബ്ലഡ് വെസൽസിൽ കാൽസ്യമോ ഫാറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സബ്സ്റ്റൻസ് അടിഞ്ഞു കൂടിയിട്ട് ബ്ലഡ് വെസൽസ് നാരോ ആവുക. ഇത് ചിലപ്പോൾ ഹാർട്ട് അറ്റാക്കിലേക്ക് നയിച്ചേക്കാം. നെക്സ്റ്റ് ആണ് ഫൈബ്രോട്ടിക് ഡിസീസ്. ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ പാത്വേയിൽ അബ്നോർമൽ ടിഷ്യൂവിന്റെ ഗ്രോത്ത് കാണപ്പെടുക. അടുത്ത വരുന്നതാണ് മയോകാർഡൈറ്റിസ്. ഹേർട്ടിന്റെ മസിലിനെ ബാധിക്കുന്ന ഒരു ഇൻഫ്ലമേഷൻ ആണിത്. നെക്സ്റ്റ് വരുന്നതാണ് ലൈം ഡിസീസ്. ഇതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ഇത് സ്മോൾ ബ്ലഡ് വെസൽസിനാണ് അഫക്ട് ചെയ്യുക. ഇത് ന്യൂറോൺസിലുള്ള ഓക്സിജന്റെ ന്യൂട്രിയന്റെ സപ്ലൈ റെഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ന്യൂറോണിന് നോർമൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുകയില്ല. ഈ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിനുണ്ടാകുന്ന ഡാമേജ് കാരണം ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് ബ്രാഡിക്കാർഡിയ, ഹൃദയമിടിപ്പ് 60ലും താഴെ വരിക, അതുപോലെ ക്ഷീണം, തലകറക്കം, ബോധം കെട്ട് വീഴുക, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ഹൃദയം ഇടിമുഴക്കം പോലെ പ്രവർത്തിക്കുക, ചില ബീറ്റുകൾ സ്കിപ്പ് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ടാക്കിക്കാർഡിയ, ബ്രാഡിക്കാർഡിയ രണ്ടും കൂടെ ഒരുമിച്ച് വരിക. ഇ സി ജിയിൽ ഹേർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഇ സി ജിയിലും എസ് എ നോഡിനുണ്ടാകുന്ന ഡാമേജിനോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ സിസ്റ്റത്തിനുണ്ടാകുന്ന ഡാമേജിനോ കണ്ടെത്താൻ കഴിയുകയില്ല. അതിനുവേണ്ടി വേറെയും ചില മെത്തേഡുകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് അടുത്ത പാർട്ടുമായി കാണാം. താങ്ക് യു.